മന്ത്രകോടി. രചന അവതരണം മിത്രവിന്ദ. നന്ദേട്ട, എന്താ മുഖം അല്ലാണ്ടിരിക്കുന്നത്? രാത്രിയിൽ നന്ദൻ കിടക്കാനായി വന്നപ്പോൾ ദേവു അവനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാവും. തോന്നലൊന്നുമല്ല, ഏട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു. എന്താണ് പറ്റിയതെന്ന് ചോദിക്കാൻ വന്നപ്പോഴൊക്കെ ഏട്ടൻ ഒഴിഞ്ഞു മാറിപ്പോയില്ലേ? ഒക്കെ നിന്റെ തോന്നലാണ്, അല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. മറുപടി പറഞ്ഞുകൊണ്ട് നന്ദൻ തിരിഞ്ഞു കിടന്നു. അത് കണ്ടതും ദേവുവിൻ്റെ നെഞ്ചു വിങ്ങി. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു എന്ന്. ഒന്നും വേണ്ട, ഒന്ന് ചേർത്ത് നിർത്തി ഈ നെറുകയിലൊന്ന് തലോടിയാൽ മതിയായിരുന്നു. താനും ഒരു പെണ്ണല്ലേ, ഒരു ഭാര്യയല്ലേ. നന്ദേട്ടൻ്റെ ഈ അകൽച്ച ഇതിങ്ങനെ തുടരാനാണോ ഏട്ടൻ്റെ വിചാരം? അവളുടെ കണ്ണുകൾ പതിവ് പോലെ അന്നും ഈറനണിഞ്ഞു. മറ്റാരൊക്കെ എത്രയൊക്കെ അഭിനന്ദിച്ചാലും ശരി, നന്ദേട്ടൻ. ഏട്ടൻ്റെ പ്രതികരണമായിരുന്നു തനിക്ക് വലുത്. എന്നതെങ്കിലും ഒരു ഗിഫ്റ്റ് തരുമെന്ന് താൻ ഒരുപാട് മോഹിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നുകൊണ്ടവൾ നേരം വെളുപ്പിച്ചു. രാവിലെ മെറിൻ എക്സാമിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വന്നപ്പോൾ നന്ദനും ജോലിക്ക് പോകുവാനായി ഇറങ്ങി. നന്ദേട്ട, മെറിനെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കുമോ? അവിടുന്ന് 5 മിനിറ്റ്സ് നടന്നാൽ മതി, ഇവൾക്ക് സ്കൂളിലെത്തും. ദേവു നന്ദനോടായി പറഞ്ഞു. ഓക്കെ, മെറിൻ കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് നന്ദൻ കാറിൻ്റെ അരികിലേക്കും പോയി. മെറിൻ എക്സാം കഴിഞ്ഞ് വേഗം എത്തിക്കോണമെന്നും വൈകിട്ടത്തെ പരിപാടിയുടെ കാര്യം മറക്കരുതെന്നും ഒക്കെ പറഞ്ഞ് സരസ്വതി അമ്മയും അവിടേക്ക് വന്നു. ഇല്ലമ്മ, ഞാൻ പെട്ടെന്ന് വന്നോളാം, 2 മണിയാകുമ്പോൾ എത്തും, ഉറപ്പ്. മെറിൻ നന്ദൻ്റെ ഒപ്പം കാറിൽ കയറി. ദേവു കൈവീശി കാണിച്ചു. കാർ അകന്നുപോയി. മെറിനും ദേവും കോളേജിൽ വെച്ചാണോ പരിചയപ്പെട്ടതെന്ന് യാത്രക്കിടയിൽ നന്ദൻ മെറിനെ നോക്കി ചോദിച്ചു. അതെ, ഞങ്ങൾ കോളേജിൽ വെച്ചാണ് കൂട്ടായത്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. തിരിച്ചു അങ്ങനെ തന്നെ, മെറിൻ ഒന്ന് ഇളകി ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി കോളേജിൽ വരുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ. ആട്ടെ, ദേവുവിൻ്റെ ടീച്ചേഴ്സൊക്കെ വിളിച്ച് അഭിനന്ദിച്ചു അവളെ? നന്ദൻ അടുത്ത ചോദ്യം ചോദിച്ചു. പിന്നെ എല്ലാവരും വിളിച്ചു. ഹരിസാറാണ് ഞങ്ങളുടെ ക്ലാസ് സാറ്, സാറ് മാത്രം വിളിച്ചില്ല. പെട്ടെന്ന് അവൾ പറഞ്ഞു. അതെന്താ സാറ് മാത്രം വിളിക്കാഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നന്ദൻ ചോദിച്ചു. അറിയില്ല ചേട്ടാ, സാറ് വിളിക്കുമായിരിക്കും. ദേ, ഇവിടെയാണ് ഇറങ്ങേണ്ടത്. പുറത്തേക്ക് നോക്കിക്കൊണ്ട് മെറിൻ ബാഗ് എടുത്തുകൊണ്ട് പറഞ്ഞു. നന്ദനാണെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കി കൊടുത്തു. മെറിൻ യാത്ര പറഞ്ഞ് നടന്നുപോയി. ദേവൂട്ടിയെ അവളുടെ ഹരിസാർ മാത്രം വിളിച്ചില്ല, അങ്ങനെയാണ് മെറിൻ പറഞ്ഞത്. ഒരുപക്ഷെ അവളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന കൊണ്ടാണോ? അതോ താൻ അയാളെ കണ്ട് സംസാരിച്ചതുകൊണ്ടോ? ഇനി ദേവൂട്ടിയുടെ മനസ്സിലും സാറുണ്ടോ ആവോ? അവൾക്ക് അയാളെ പിരിയാൻ വയ്യാത്ത അവസ്ഥയാണോ? ഒന്ന് തുറന്ന് സംസാരിക്കണം. അവൾക്ക് എന്താണോ താല്പര്യം അതുപോലെ ചെയ്യാം. വെറുതെ ആ പാവത്തിനെ ഇനി വിഷമിപ്പിക്കണ്ട. നന്ദൻ ഹോസ്പിറ്റലിൽ എത്തിയതും അന്ന് അധികം തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് അവൻ നേരത്തെ വീട്ടിലെത്തി. അമ്മയും ദേവൂട്ടിയും തിരക്കാണ്. ഉച്ച കഴിയുമ്പോൾ ലച്ചുവും അശോകും എത്തുമെന്ന് വിളിച്ചു പറഞ്ഞു. ദേവൂട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ താമസിയാതെ വരും. ആകെ ബഹളമയമാണ് അവിടെ. നന്ദൻ റൂമിലെത്തി. നിലക്കണ്ണാടിക്ക് മുൻപിൽ വന്ന് നിന്നു. എന്തിനാണ് നന്ദൻ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ചിക്കിച്ചികഞ്ഞ് നീ നിന്റെ ജീവിതം കളയല്ലേ. ദൈവം ഒരു നല്ല പെൺകുട്ടിയാണ്, നിനക്കായി ദൈവം തന്ന നിന്റെ മാത്രം പെണ്ണ്. അവളെ നീ ഒരുപാട് വിഷമിപ്പിച്ചു. ഇനിയും നീ ഇത് തുടരരുത്. തൻ്റെ പ്രതിബിംബം അവനെ നോക്കി പരിഹസിക്കുന്നു. ശരിയല്ലേ എന്ന് അവനും തോന്നി. നന്ദേട്ടാ. ദേവു അകത്തേക്ക് വന്നതും പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. ഊണ് കഴിച്ചില്ലല്ലോ, വരൂ, അച്ഛൻ കൈ കഴുകി. അവൾ അകത്തേക്ക് വന്നു. പെട്ടെന്ന് നന്ദൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇരുമിഴികളും തമ്മിലൊന്ന് കോർത്തു വലിച്ചു. അവൻ്റെ നോട്ടം നേരിടാനാവാതെ ദേവു മുഖം കുനിച്ചതും നന്ദൻ അവളുടെ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി. മുറ്റത്തൊരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം. ഏട്ടാ, അച്ഛനും അമ്മയും വന്നെന്ന് തോന്നുന്നു, താഴേക്ക് പോകാം. ഓക്കെ, താൻ ചെല്ല്. അവൻ കൈ പിൻവലിച്ചു. ആഹാ, ഇതാരൊക്കെയാണ് വരുന്നത്? സരസ്വതിയമ്മ ഉറക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നന്ദനും പിറകെ ദേവൂട്ടിയും ചെന്നത്. നോക്കിയപ്പോൾ
അച്ഛനും അമ്മയും കൂടെ ബാലനങ്ങളും ഉണ്ട്. ദേവു ഓടിച്ചെന്ന് അവരുടെ അരികിലേക്ക്. ബാലനങ്ങൾ തനിച്ചുള്ളോ? മാലതി ആൻറ്റി എവിടെ? ദേവു ചോദിച്ചു. ഞാനിവിടെ ഉണ്ട് മോളെ. രണ്ട് വലിയ കവറും തൂക്കിപ്പിടിച്ചു വരുന്ന മാലതിയെ അപ്പോഴാണ് അവൾ കണ്ടത്. ദേവു മാലതിയുടെ കയ്യിലിരുന്ന കവറുകൾ അവളുടെ കയ്യിലേക്ക് വാങ്ങി. ഞാൻ എപ്പോഴും പറയായിരുന്നു, ദേവൂട്ടി പതുങ്ങിയ സ്വഭാവമാണെങ്കിലും പഠനത്തിൽ മിടുക്കിയാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കതുകൊണ്ട് നീ റാങ്ക് മേടിച്ചതിലൊന്നും അത്ഭുതപ്പെടാനില്ല. 1-ാം ക്ലാസ് മുതൽ 1-ാം സ്ഥാനം മേടിച്ച് പഠിച്ച കുട്ടിയല്ലേ. ബാലകൃഷ്ണനാണെങ്കിൽ ദേവു കുടിക്കുവാനായി കൊടുത്ത വെള്ളം മേടിച്ചുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു. ദേവു അപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി നിന്നതേയുള്ളൂ. മാധവവാര്യർക്ക് നന്നേ യാത്രാക്ഷീണമുണ്ടായിരുന്നു. അത് കാരണം ദേവു അച്ഛനെയും അമ്മയും അവർക്കായി ഒരുക്കി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലച്ചു അശോകു എപ്പോൾ വരും ബാലേട്ടാ? സരസ്വതി സഹോദരനെ നോക്കി. അവർ വൈകിട്ടാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞേ. ഇനി അറിയില്ല. അയാൾ മറുപടിയും കൊടുത്തു. ലച്ചുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേച്ചി? ഓ, അവളുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്ന നല്ലത്. മാലതി പതിയെ ദേവുവും അവളുടെ അച്ഛനും അമ്മയൊക്കെ അകത്തേക്ക് പോയ നേരത്ത് എല്ലാവരോടുമായി പറയുകയാണ്. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോന്ന് എൻ്റെ സരസ്വതി, അവൾ എന്തൊരു ആർഭാടമാണെന്നോ. എൻ്റെ മോൻ്റെ പോക്കറ്റ് കാലിയായെന്ന് എനിക്ക് നല്ലോണം അറിയാം. അവളുടെ ചിലവ് അംബാനിയുടെ ഭാര്യയാണെന്ന് മട്ടില്ല നടപ്പൊക്കെ. അവൾക്ക് എല്ലാ വീക്കെൻഡിലും കറങ്ങാൻ പോണം. ചുമ്മാ പോയിട്ട് വരില്ല. ഒന്നെങ്കിൽ ചെരുപ്പ്, അല്ലെങ്കിൽ ഡ്രസ്സ്, അതും അല്ലെങ്കിൽ ബാഗ് വേണം. 100 എണ്ണം വെച്ചെങ്കിലും കാണും. എത്ര മാത്രം ഉണ്ടെങ്കിലും അവൾക്ക് മതിയാവില്ല. ഒറ്റ ഷോപ്പിങ്ങിൽ എത്ര രൂപയാണ് ഇറങ്ങുന്നതെന്നോ? ഒരു ചുരിദാറൊക്കെ 10,000-10,000 രൂപയുടെയാണ്. ഞാൻ 2 ആഴ്ച പോയി നിന്നപ്പോൾ എനിക്ക് കൂത്ത് കണ്ടിട്ട് അരിശം വന്നു. ഞാനവിടുന്ന് തിരിച്ചു പോന്നു. മാലതി പറഞ്ഞു. അത് കേട്ട് നന്ദൻ അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എൻ്റെ മാലതി, നീയൊന്ന് പതുക്കെ പറയ്, ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ. ബാലകൃഷ്ണൻ ഭാര്യയെ ശാസിച്ചു. ഞാൻ ഉറക്കത്തിനെ പറയും, അവളിങ്ങോട്ട് വരട്ടെ. ഇവിടെയും ആ കുടുംബത്തിലെ ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടില്ലേ? ഇതുപോലെയൊക്കെയാണോന്ന് ചോദിക്ക്. മാലതി കൈകൾ കൂട്ടി പിണച്ചുകൊണ്ട് പറഞ്ഞു. ദേവൂട്ടിയെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. നന്ദന് കിട്ടിയ സ്വത്താണ് ദേവു. അത്രയ്ക്ക് നല്ല മനസ്സുള്ള കുട്ടിയാവള്. മാലതി പിന്നെയും പറഞ്ഞു. ലച്ചുവിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവൾക്ക് കുറച്ചുകൂടെ പക്വത വരണം. ഈയൊരു കാലത്ത് ഇതുപോലെ ആർഭാടം നടത്തി ജീവിച്ചാൽ കുറച്ചു കഴിഞ്ഞ് കുടുംബജീവിതം താളം തെറ്റും. അത്രേ അർത്ഥമാക്കിയുള്ളൂ. മാലതി ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. 10,000 രൂപയുടെ ചുരിദാർ ചേട്ടത്തി എടുത്തപ്പോൾ അനുജത്തി ഇത്രയും ദിവസമായിട്ടും തന്നോടൊരു കൈലേസ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ഓണത്തിന് പോലും അവളൊരു പരാതി പറഞ്ഞില്ല. പാവം ദേവു, നന്ദൻ ഓർത്തു. നന്ദേട്ടാ, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ദേവിക വിളിച്ചു പറഞ്ഞപ്പോൾ നന്ദൻ എഴുന്നേറ്റ് പോയി. ഫോണിൽ സംസാരിച്ചിട്ട് നന്ദൻ റൂമിലെത്തിയപ്പോൾ ദേവിക അലമാരയിൽ എന്തോ തിരയുന്നു. നോക്കിയപ്പോൾ അവൾ ഒരു ചുരിദാർ എടുത്ത് നോക്കുകയാണ്. എന്താ നോക്കുന്നേ? അവൻ ചോദിച്ചു. ഏത് ഡ്രസ്സ് ഇടണമെന്ന് കൺഫ്യൂഷനാണ്. അവൾ അവസാനം നന്ദനോടായി പറഞ്ഞു. നന്ദൻ അലമാരയിൽ നിന്ന് ഒരു കവറെടുത്ത് അവൾക്ക് നീട്ടി. ഇതെന്താ ഇതെന്ന് പറഞ്ഞ് ദേവു അത് തുറന്നു നോക്കി. ഒരു സാരിയായിരുന്നു അതിൽ. കൂടി ഒരു നീണ്ട ബില്ലുമുണ്ട്. ഓണം പർച്ചേസിംഗ് ആണെന്ന് അവൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി. തനിക്കൊന്നും മേടിച്ചില്ലെന്ന് അമ്മയോട് കളവല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എത്ര എണ്ണമാ? ദേവു സാരിയെ നോക്കി നിന്നപ്പോൾ ലച്ചു അകത്തേക്ക് വന്നു. ചേച്ചിയെന്ന് വിളിച്ച് അവൾ ഓടിച്ചെന്ന് ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു. അവളുടെ വീർത്ത് തുടങ്ങിയ വയറിൽ പതിയെ തലോടി. ആഹാ, കൊള്ളാലോ. ഈ സാരിയാണ് നീ ഉടുക്കുന്നത്? ദേവൂട്ടിയുടെ കയ്യിലിരുന്ന കവർ മേടിച്ച് ലച്ചു ചോദിച്ചു. അതെ ചേച്ചി, ഇതാണ് ഉടുക്കുന്നത്. എനിക്ക് നന്ദേട്ടൻ വാങ്ങി തന്നതാ. അത് പറയുമ്പോൾ ദേവുവിൻ്റെ മിഴികൾ തിളങ്ങി. ഇതേതാ ഈ സാരി? സരസ്വതിയമ്മയും ദേവൂട്ടിയോട് ചോദിച്ചു. നന്ദേട്ടൻ വാങ്ങി തന്നതാ. ദേവു അതീവ സന്തോഷത്തോടെ അത് പറയുന്നത് നന്ദൻ കാണുന്നുണ്ട്. അന്ന് വൈകിട്ട് പാർട്ടിയൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. വന്നിരുന്ന ആളുകളൊക്കെ അവളെ ഒരുപാട് അഭിനന്ദിച്ചു. നന്ദൻ്റെ ഫ്രണ്ട്സും അവരുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. ഗുപ്തൻ നായരും സരസ്വതിയമ്മയും
ദേവുവിൻ്റെ അടുത്ത് ഒരുപാട് അഭിമാനത്തോടെ നിന്നു. ഒപ്പം അവളുടെ മാതാപിതാക്കളും. എല്ലാവരും അവൾക്ക് സമ്മാനങ്ങളൊക്കെ നൽകിയ ശേഷം ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് മടങ്ങിയത്. ഇടയ്ക്കൊക്കെ മാലതിയാണെങ്കിൽ സരസ്വതി അമ്മയോട് ലച്ചുവിൻ്റെ ഓരോ പ്രവൃത്തികളും പറയുന്നുണ്ട്. എല്ലാവരും നിനക്ക് സമ്മാനങ്ങളൊക്കെ തന്നില്ലേ? ഇതിഷ്ടായും തുറന്നു നോക്ക്. നന്ദൻ തലേദിവസം മേടിച്ച ജ്വല്ലറി ബോക്സ് കൊടുത്തത് രാത്രി കിടക്കാൻ നേരമായിരുന്നു. നന്ദേട്ടന് എന്ത് തന്നാലും എനിക്കിഷ്ടമാണ്. ഇത് തുറക്കേണ്ട ആവശ്യം പോലുമില്ല. അവൾ നന്ദനെ നോക്കി പറഞ്ഞു. എന്ത് തന്നാലും ഇഷ്ടമാണോ? എന്നാൽ അതൊന്നും അറിയണമല്ലോ. അവൻ അവളുടെ ഇരു ചുമലിലും പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അവൻ്റെ കണ്ണുകളിലേക്ക് ദേവു നോക്കി. ഈ റാങ്ക് മേടിച്ചപ്പോഴാണോ നന്ദേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്? വിതുമ്പിക്കൊണ്ട് അവൾ ചോദിച്ചു. തുടരും.